നമസ്കാരം അനുപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മുടെ എല്ലാം മാതൃ സംഘടനയായിട്ടുള്ള ഭാരതത്തിന്റെ സംരക്ഷകരായിട്ടുള്ള അതല്ലെങ്കിൽ ലോകത്താകമാനമുള്ള ലോക സേനയായിട്ടുള്ള RSSന്റെ 100ാം വയസ്സിലേക്കാണ് നമ്മൾ ഈ 2ാം തീയതിയോടുകൂടി, ഒക്ടോബർ 2ാം തീയതിയോടുകൂടി പ്രവേശിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് 100ാം വയസ്സിന്റെ ആഘോഷം തുടങ്ങുകയാണ്. വർഷം നീളുന്ന ആഘോഷമാണ് RSS പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമ്മൾക്കറിയാം. ഇത്തരത്തിൽ വളരെയധികം അഭിമാനത്തോടു കൂടിയിരിക്കുന്ന, നമ്മൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്ന മറ്റൊരു വാർത്ത കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മുൻ DGP ആയിട്ടുള്ള ജേക്കബ് തോമസ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം ഒരു ക്രിസ്തീയ വിശ്വാസിയാണ്. മാത്രമല്ല സെമിനാരി അടക്കമുള്ള അതല്ലെങ്കിൽ ക്രിസ്തീയ വിദ്യാലയങ്ങളിൽ അടക്കം പഠിച്ചു വളർന്ന ഒരു പക്കാ വിശ്വാസിയായുള്ള ക്രിസ്ത്യാനി തന്നെയാണ്. അദ്ദേഹത്തെ പോലെ ഒരു മഹനീയ വ്യക്തിത്വം RSSന്റെ പൂർണ്ണ പ്രവർത്തനത്തിലേക്ക് മാറുക, RSS ഗണവേഷം ധരിച്ചുകൊണ്ട് ഈ വരുന്ന 2ാം തീയതി ദശമി ദിനത്തിൽ പഥസഞ്ചലനത്തിൽ പങ്കെടുക്കുമെന്ന് പബ്ലിക്കിനോട് പ്രഖ്യാപിക്കുക, ഇതൊക്കെ ഓരോ സംഘപ്രവർത്തകനും അതല്ലെങ്കിൽ തന്റെ മാതൃസംഘടന RSSനോട് ചേർന്ന് നിൽക്കുന്ന ഓരോ മലയാളിയായാലും ഭാരതീയർ അങ്ങോളം ഇങ്ങോളം ആയാലും ലോകത്താകമാനമുള്ള RSSന്റെ സേനയിൽപ്പെട്ട ഓരോരുത്തർക്കും അഭിമാനം തന്നെയാണ്. അവിടെയാണ് നമ്മൾ മുൻപ് വന്നിട്ടുള്ള TP സെൻകുമാർ സാർ, മുൻ DGP യുടെ TP സെൻകുമാർ സാർ ആണെങ്കിലും അതല്ലെങ്കിൽ ശ്രീലേഖ IPS, ഇന്ന് BJPയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാണ് ശ്രീലേഖ IPS. ഇത്തരത്തിൽ ഉന്നത പദവി വഹിച്ചിരുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ BJPയിലേക്കും RSSലേക്കും പൂർണ്ണകാല പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കിക്കാണേണ്ടത് കോൺഗ്രസ് പോലെയുള്ള, കമ്മ്യൂണിസ്റ്റ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളിലേക്കും അവരുടെ സംഘടനകളിലേക്കും ചെല്ലുന്ന ആളുകളുടെ പേര് വിവരം കൂടിയാണ്. അവിടെ രശ്മി അക്കൻ 80,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ഡിങ്കോഡാൽപ്പിക്കും തയ്യാറാവുന്ന ആളുകളും, അതല്ലെങ്കിൽ നമ്മുടെ സരിത നായരെ പോലെയുള്ള, അതുമല്ലെങ്കിൽ ബിന്ദു അമ്മിണി, കനകദുർഗ, ഇതുപോലെയുള്ള സകല ബടക്കുകളും ചെന്ന് ചേരുന്ന സംഘടനകൾ ഏത് എന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ: കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും. വിദ്യാസമ്പന്നത കൊണ്ടും അതല്ലെങ്കിൽ അറിവ് കൊണ്ടും ലോകപരിചയം കൊണ്ടും ഇത്ര കണ്ട് പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ വന്നെടുക്കുന്ന ഒരേ ഒരു സംഘടന മാത്രമേ ഉള്ളൂ, അത് BJP ആണ്, അത് RSS ആണ്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുന്നിടത്താണ് തലയിൽ ആൾതാമസമുള്ള, തലയിൽ മൂളയുള്ള ആളുകൾ, രാജ്യസ്നേഹികളായിട്ടുള്ള, രാജ്യസ്നേഹികൾക്ക് ഇന്ന് സംഘി എന്ന് മാത്രമാണ് അർത്ഥമുള്ളത്. ഏതൊരു രാജ്യസ്നേഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും വാക്കുകളും ഉച്ചരിക്കുന്ന ആളുകളെയൊക്കെ ഇവിടുത്തെ രാജ്യദ്രോഹി വർഗങ്ങൾ രാജ്യത്തിന്റെ ഉപ്പും ചോറും നക്കിക്കൊണ്ട് ആ രാജ്യത്തിനെതിരെ നിലകൊള്ളുന്ന ദ്രോഹികൾ വിളിക്കുന്ന പേരാണ് സംഘി എന്നുള്ളത്. ആ സംഘിപ്പട്ടം തന്റെ ഇടത്തോടുകൂടി, അഭിമാനത്തോടുകൂടി അതേടാ ഞാൻ സംഘി തന്നെ എന്ന് വിളിച്ച് പറയാൻ ആർജവം ഇന്ന് ഹിന്ദുക്കൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആ ഹിന്ദുക്കളുടെ സംഘടന വർഗീയ സംഘടനയാണ് RSS എന്നൊക്കെ വാഴ്ത്തുന്ന ഓരോ രാജ്യദ്രോഹി വർഗങ്ങൾക്കും, രാജ്യദ്രോഹി മദ്രസ പൊട്ടൻ വാണങ്ങൾക്കുമുള്ള മറുപടിയാണ് കഴിഞ്ഞ മണിക്കൂറിൽ ജേക്കബ് തോമസ് കൊടുത്തിട്ടുള്ള ഒരു മറുപടി ഉണ്ട്. അത് കേൾക്കേണ്ടത് തന്നെയാണ്. കാരണം സരിത നായരും അതുപോലെയുള്ള രശ്മി കെ അക്കനും ഇതുപോലെയുള്ള വെടിപടഹങ്ങളൊക്കെ വന്നു ചേരുന്ന സംഘടനകൾ, അതല്ലെങ്കിൽ രാജ്യദ്രോഹികൾ അടിഞ്ഞുകൂടുന്ന സംഘടനകൾ, ആ രാജ്യദ്രോഹികളുടെയൊക്കെ മുഖമടച്ച് തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. അതേടാ ഞാൻ സംഘി തന്നെ, ഞാൻ RSSകാരൻ തന്നെ, ഞാൻ എന്തുകൊണ്ട് RSSലേക്ക് വന്നു എന്ന് കൃത്യമായും കൊടുത്ത ജേക്കബ് തോമസ് സാറിന്റെ ആ മറുപടി ഉണ്ടല്ലോ, അത് ഓരോ ഭാരതീയനും, ഓരോ ലോകത്താകമാനമുള്ള RSSകാരനും അഭിമാനത്തോടുകൂടി കേൾക്കേണ്ടതാണ്, മാക്സിമം പ്രചരിപ്പിക്കേണ്ടതാണ്. കേട്ടു നോക്കാം. ജേക്കബ് തോമസ് കൃത്യമായ ആശയദാർഢ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് RSSുമായി നേരിട്ട് ഒരു പ്രവർത്തകനായി മാറാൻ കഴിയുക. അപ്പോൾ ആ ഒരു ആശയ സ്വയം പര്യാപ്തതയിലേക്ക് താങ്കൾ എത്തുകയാണോ? ഞാനിപ്പോൾ ഹൃദയപൂർവം ഭാരതത്തെ ചേർത്ത് നിർത്തുക, അല്ലെ ഭാരതത്തോടൊപ്പം നിൽക്കുക എന്നുള്ള ഒരു ആശയം വളരെ ദൃഢമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ 100ാം വർഷമാകുന്ന RSSല് ഞാൻ കൂടുതൽ സജീവമാകാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ്. അപ്പോൾ ഈ അവസരത്തില് നമ്മുടെ ഛത്രപതി ശിവാജി, സുഭാഷ് ചന്ദ്രബോസ്, സർദാർ പട്ടേല്, ഇവരെ ഒക്കെ അവരുടെയൊക്കെ ഒരു ആത്മാംശം അതും ഞാൻ ഉൾക്കൊള്ളുന്നു. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എന്റെ ഒരു തീരുമാനം. അതായത് ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം, കക്ഷി രാഷ്ട്രീയം, അതിനൊക്കെ അപ്പുറം ഒരു സംഘടനാ പ്രവർത്തനം, സംഘരാഷ്ട്രീയം, അതിലേക്ക് മാറുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? സംഘത്തിന് രാഷ്ട്രീയമില്ല. സംഘം ഒരു
സന്നദ്ധ സംഘടനയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല. പക്ഷെ രാഷ്ട്രീയമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അവരുടെ സേവനം ചെയ്യുക, അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക, രാജ്യത്തിനെ പുരോഗതിയിലേക്കും ഉന്നതിയിലേക്കും ഒക്കെ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കഴിവനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് സംഘത്തിന്റെ ലക്ഷ്യം. അപ്പൊ അത് ഞാനും അതിന്റെ ഒരു ഭാഗമാകുന്നു എന്നേ ഉള്ളൂ. നിഷ്കാമ കർമ്മമല്ലേ? നമ്മൾ ഫലം ഇച്ഛിക്കാതെ ഇനിയിപ്പോ സേവനം ചെയ്യുക എന്നതിലേക്ക് താങ്കൾ മാറുന്നു. അപ്പോൾ ഈ റിട്ടയർഡ് ഉദ്യോഗസ്ഥരൊപ്പം തന്നെ സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരൊക്കെ തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഈ അനുകൂല സാഹചര്യങ്ങളിൽ അവർക്കൊക്കെ തന്നെ വലിയ സ്ഥാനങ്ങൾ തേടിയെത്താറുണ്ട്. അപ്പോൾ ഇനി ഈ BJP-യുടെ ഭരണകാലത്ത് അത്തരം സ്ഥാനങ്ങളൊന്നും തന്നെ തനിക്ക് വേണ്ട, ഒരു സന്നദ്ധ പ്രവർത്തനത്തിലേക്ക് പൂർണ്ണമായി താങ്കൾ മാറുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് രാജ്യത്തിന് വേണ്ടി ചെയ്യുക, നമ്മുടെ ഹൃദയം ഭാരതത്തോടൊപ്പം ചേർത്ത് നിർത്തുക. അപ്പം ഭാരതത്തിന് എന്താണ് വേണ്ടത് അത് ചെയ്യുക, അതില് വേറെ ഒരു ചിന്തയും അതിലുണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് സംഘത്തിന്റെ ഒരു രീതി. അത് തന്നെയാണ് ഞാനും ഇനി എന്റെ മനസ്സിലുമുള്ളത്. ഈ RSSലേക്ക് താങ്കളെ ആകർഷിച്ച ഘടകം എന്താണ്? ഞാൻ 1997 മൈസൂറുള്ള RSSന്റെ ഒരു സ്കൂളില് പോകാനിടയായി. അന്ന് കൂർഗിലെ BJP-യുടെ അന്നത്തെ ജില്ലാ പ്രസിഡന്റും എന്റെ കൂടെ ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് ബൊപ്പയ്യ എന്ന് പറയും. അന്ന് കൂർഗിന്റെ ജില്ല. അദ്ദേഹം ഞാൻ ബാംഗ്ലൂർ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഒരു സ്കൂളിൽ കയറാന്ന് പറഞ്ഞു. അങ്ങനെ കയറി. അങ്ങനെ ഒരു ആകസ്മികമായിട്ടാണ് ഈ RSSന്റെ ഒരു സ്കൂളിൽ കയറി. അവിടെ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ അന്ന് ഞാൻ മനസ്സിലാക്കി അവിടെ പിന്നെ ഒരു ദിവസം താമസിച്ചു. അങ്ങനെയാണ് ഞാൻ RSSലേക്ക് ആകർഷണമായത്. 1997 കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം എന്റെ മനസ്സിൽ ഇതുണ്ട്. പക്ഷെ കേരളത്തിൽ എന്റെ പ്രവൃത്തിയിൽ ഞാൻ വേറൊരു ഗവൺമെന്റിന്റെ ജോലിയിലായിരുന്നത് കൊണ്ട് ഞാൻ ഫുൾ ടൈം ആ ജോലിയോട് ആത്മാർത്ഥത കാണിച്ച് ആ ജോലിയാണ് ഞാൻ ചെയ്തിരുന്നത്. പക്ഷെ റിട്ടയർ ചെയ്ത ശേഷം എനിക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ആശയം, ആ ഒരു കാര്യം എനിക്ക് ഇനിയിപ്പോൾ അതിന്റെ കൂടെ പോകാമല്ലോ. ഏറ്റവും പ്രധാനമായും ഈ RSSനെതിരെ ഉയരുന്ന ഒരു വിമർശനം ഈ സംഘപരിവാർ രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം എന്നതാണ്. അത് കേരളത്തിൽ വളരെ ശക്തമാണ് അത്തരം വിമർശനങ്ങളും. അപ്പോൾ കേരളത്തിൽ നിന്നുമാണ് താങ്കൾ ഈ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അത്തരം വിമർശനങ്ങളെയൊക്കെ തന്നെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ RSS എന്ന് പറയുന്ന ഒരു സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഈ പറഞ്ഞ ആരോപണങ്ങൾക്കൊക്കെ ഉള്ള ഒരു മറുപടി അല്ലേ അത്? വർഗീയമല്ല എന്നാണ് താങ്കൾ വാദിക്കുന്നത്? എന്നെ ഒരു വർഗീയവാദി എന്ന് കേരളത്തില് ആരെങ്കിലും പറയും എന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ ഈക്കോയി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് അവിടുത്തെ ഒരു സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പഠിച്ച് അതിനുശേഷം ഞാൻ എന്റെ ജോലി ഇത്രയും കാലം ചെയ്തു. അപ്പോൾ ഞാൻ RSSുമായിട്ട് ഞാൻ 1997 മുതൽ എനിക്ക് അതുമായിട്ട് അതിന്റെ ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാം. അപ്പോൾ ഞാൻ RSSോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഇനി അത് ഒരു വേറെ എന്തെങ്കിലുമൊക്കെ മനുഷ്യർ പറയുന്ന ആശയങ്ങൾക്കൊക്കെയുള്ള മറുപടിയാണ് ഞാൻ RSSോട് ചേർന്ന് പ്രവർത്തിക്കുന്നത്.